അല്ല 13 വയസ്സ് മുതൽ തുടങ്ങുകയാണ്. ആണല്ലേ? കാസർഗോഡ് തന്നെ? കാസർഗോഡ്. ആഹാ. സ്കൂളിൽ പോയിട്ടില്ല. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന കൂലി അന്നത്തെ 25 പൈസയാണ് അന്നത്തെ. 13 വയസ്സിൽ 25 പൈസയാണല്ലേ? 25. നമസ്കാരം, മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം തുടങ്ങിയിട്ട് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ വീഡിയോ ആയിരിക്കും. നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ, നമ്മുടെ സദാശിവൻ ചേട്ടൻ്റെ തോട്ടത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തി. കണ്ടില്ലേ, ബാക്കിൽ വാഴത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ഒരു ചേനയും ചേമ്പിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഷോർട്സൊക്കെ നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ബാലൻ ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സംഭവം പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ബാലൻ ചേട്ടൻ വന്നിട്ടുണ്ട് കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം കുറച്ച് നടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് തന്നെ പോകാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. കണ്ടിരിക്കാൻ തന്നെ പോകുന്ന വഴിയും ഇപ്പോൾ വെള്ളമില്ല, പക്ഷെ പോകാനായിട്ടൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ തന്നെ ഓരോ സ്ഥലത്തുകൂടി ഇങ്ങനെ ശരിക്കും നമ്മുടെ ഗ്രാമപ്രദേശം എന്ന് പറയൂലേ, അതാണ് ഇങ്ങനെ ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത്. കൂടുതൽ കാഴ്ചയിലേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു കൊല പക്ക ഓർഗാനിക് കേട്ടാ. കേട്ടില്ല, സംഭവമാണ് കൊള്ളാം. ഇവിടെ ബാലൻ ചേട്ടനേ ഇവിടെ കുറച്ച് കപ്പയുടെ കൃഷിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നറിയേ. ചേട്ടൻ എന്ന് വന്ന് നാട്ടിൽ നിന്ന്? 7-ാം തീയതിയാ? കാസർഗോഡൊന്ന് 7-ാം തീയതി എത്തി. ഇവിടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? കാണിച്ചായിരുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചേക്കണം. ഈ കപ്പയുടെ ചുവട് നമ്മൾ എത്ര നാൾ കൂടുമ്പോൾ ഇതുപോലെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യണം? 2 പ്രാവശ്യം. അപ്പം നട്ടിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴാണോ 1 മാസം കഴിയുമ്പോഴാണോ? ഇത്ര ആ നേരത്ത് ആദ്യം ഒന്ന് മണ്ണിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാ ഒന്നുകൂടി റെഡിയാക്കിയാൽ മതി അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് ഷറവറാന്ന് അല്ലേ കപ്പയാവും. ശരി ശരി ശരി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇതുപോലുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ. എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മൾ എടുക്കാൻ നേരത്ത്. ശരിക്കും മണ്ണിലേക്ക് ഇറങ്ങി പണിയെടുക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ എല്ലാം ഓർഗാനിക്കാണ്. യാതൊരുവിധ എന്താ പറയുന്നത് വേറെ സാധനങ്ങളൊന്നും ചേർക്കാതെ, കെമിക്കൽസൊന്നും ആഡ് ചെയ്യാതെ ഫലപുഷ്ടമായിട്ട് എങ്ങനെ കിട്ടുന്നു അതാണ് ഇവിടെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. അപ്പോൾ ഇനി വാഴയുടെ കുറച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിക്കാം. അപ്പം ഇതാണ് സദാശിവൻ ചേട്ടൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏത്തവാഴത്തോട്ടത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഓർഗാനിക്കായിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇത് വികസിപ്പിച്ചെടുക്കാം, അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൈപ്പ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനമാകട്ടെ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറയാം? അത് നമ്മൾ ഒരു മാക്സിമം നാച്ചുറൽ മെനൂറായിട്ടാണ് പോകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ചാണകം, വെണ്ണീർ ചാമ്പൽ, പിന്നെ കടല പിണ്ണാക്ക്, അത് 3 മിക്സ് ചെയ്തിട്ടാണ് മിക്കവാറും വളം ഇടൽ. ശരി. വിലയെല്ലാം അല്പം കുറവ് തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ
മനുഷ്യൻ കഴിക്കുന്നതിന് മറ്റൊന്നും ഇല്ല. ചേർക്കില്ല. പിന്നെ ഈ അത് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഏത് സമയത്തൊക്കെയാണ് ഇതുപോലെ നമ്മൾ ഇത് മണ്ണിനെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുമെന്ന് പറയില്ലേ? മണ്ണിൻ്റെ അച്ചപ്പി എടുക്കുന്ന വാഴ വെച്ച് വിൽക്കുമ്പോൾ തന്നെ ചാണകപ്പൊടി, ചാരം ഇട്ട് ആണ് മണ്ണ് ഒരു സ്വല്പം പിണ്ണാക്കോ ഇതും കുമ്മായം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ഇടുന്നത്. ശരി. അത് കീടങ്ങളുണ്ടെങ്കിൽ കുമ്മായത്തിൽ നഷ്ടപ്പെടും. മറ്റേത് ഗ്രോത്തിങ്ങിന് വേണ്ടി മാത്രം. അപ്പോൾ നല്ല ഒരുവിധം പുഷ്ടിയായിട്ട് ഒരു നമ്മളൊരു വാഴ വെച്ചിട്ട് ഇപ്പം എത്ര മാസം കൂടുമ്പോഴാണ് അതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത്? മെയിൻ്റെനൻസ് ഒരു മാസം കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് തുടങ്ങുവാണ്. കിളുത്ത് ഒരില രണ്ടില വരുമ്പോൾ. ഓഹോ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വളർന്ന് വരുന്നതനുസരിച്ച് ഓരോ മാസവും അതിന് വേണ്ടി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. 5 months. ഓക്കെ. അപ്പം 5 മാസം ആകുമ്പോൾ 5 മാസം 6 മാസം കൂടുമ്പോഴാണ് ഒരു വാഴ കൊലച്ച് പൂർണ്ണമായിട്ട് അല്ലേ? അപ്പം അവിടെയൊക്കെ നിൽക്കുന്ന ആ ടൈപ്പ് അല്ലേ? അതെ സെയിം ടൈപ്പ്. ഓക്കെ. അപ്പം അതൊന്ന് മറ്റുള്ളവരിലേക്കൊന്ന് അവരും ഇതുപോലെ തന്നെ ചെയ്യാൻ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം. അതെ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇറങ്ങി നടക്കാം. പിന്നെ നമുക്കൊരു ഫിസിക്കലായിട്ട് ഒരു നല്ല ആരോഗ്യം ഉണ്ടാവും. അതെ. അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാനിവിടെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അതുപോലെ ഒരു മനസ്സിന് സന്തോഷം കൊണ്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത്. അതാണ് വീഡിയോയ്ക്കൊക്കെ ഓട്ടോമാറ്റിക്കൽ റീച്ച് വരുമെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മളിങ്ങനെ നാട്ടിൻ പ്രദേശത്തേക്ക് വരുമ്പോൾ. എങ്ങനെയാണ് അതുപോലെ ഇതുപോലുള്ളൊരു എനിക്ക് ഈ വീടെന്ന് പറഞ്ഞാൽ വലിയ ചൂടുള്ളതല്ല, നല്ല തണുപ്പായിരിക്കുന്നുണ്ട്. സർക്കംഫറൻസ് നല്ല ഇതായിരിക്കും. അതുപോലെ രാവിലെ ഇവിടെ മഞ്ഞത്ത് ഭയങ്കര രസമായിരിക്കും അല്ലേ? മഞ്ഞത്ത് അങ്ങനെ ഇറങ്ങാനില്ല, കാണാൻ പറ്റൂല്ലോ ഒന്നും അല്ലേ? 9 മണിയാകുമ്പോൾ ഇറങ്ങും. ശരി. ഇത് ചെയ്യും. പിന്നെ നമുക്ക് നല്ല പണിക്കാരെന്ന് ഇദ്ദേഹം പയ്യന്നൂര് നന്നായി. അതെ. പയ്യന്നൂരിന്ന് ഇതിന്റെ സ്പെഷ്യലിസ്റ്റാണ് ബാലഞ്ചേട്ടൻ അല്ലേ? ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പണി കൂടുതലായതുകൊണ്ട് കൊണ്ടുപോയി ജോർജ്. നമ്മുടെ ബാലഞ്ചേട്ടൻ എത്ര നാളായി ഇതുപോലുള്ള കൃഷിയുടെ പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? 13 വയസ്സ് മുതൽ തുടങ്ങുകയാണ്. ആണല്ലേ? കാസർഗോഡ് തന്നെ? സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ മണ്ണിലേക്ക് ചെറുപ്പത്തിലെ മണ്ണിലേക്ക് ഇറങ്ങിയ കർഷകൻ എന്ന് വേണം പറയാം അല്ലേ? കാലിനൊക്കെ കൂട്ടൽ കണ്ടത്തിൽ വയലിൽ. അതൊക്കെ ചെറുപ്പത്തില് നമ്മൾക്ക് എത്തൂല. അത് അങ്ങനെ ചെറുപ്പമാണ്. അപ്പൊ ഏട്ടന്മാരെല്ലാം നമ്മളെ കൂട്ടിക്കൊണ്ടേ പണിയെടുപ്പിക്കാൻ തുടങ്ങും. ആണല്ലേ? പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന കൂലി 25 പൈസയാണ് അന്നത്തെ. 13 വയസ്സിൽ 25 പൈസയാണല്ലേ? 25 പൈസ കഞ്ഞിയും. പിന്നെ അതിൽ കൂടി 50 പൈസ, പിന്നെ 75 രൂപയായി. അങ്ങനെ വർദ്ധിച്ച് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു സാലറി ആയി അല്ലേ? ജീവിതമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം. ആണല്ലേ? അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? വീട്ടില് ഞാനും ഭാര്യയും 2 പിള്ളേർ. കാസർഗോഡ് എവിടെയാണ് ഇത് കാണുന്ന? കാസർഗോഡ് ആൾക്കാരുണ്ടാവുമല്ലോ. തായന്നൂർ. അപ്പൊ അതൊക്കെ കാണുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഒരു മനസ്സുകൊണ്ടൊരു ഫുട്ബോളുകാരനാണ്. ആണോ ചേട്ടൻ? ഫുട്ബോൾ പ്ലെയർ ആണോ? എന്റെ മകനും അതെ, മകളും അതെ. ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. മകള് പേരൊക്കെ ഒന്ന് പറഞ്ഞ്. അഖിൽ ബാലൻ. തിരുവനന്തപുരം ഫുട്ബോൾ പ്ലെയർ ആണ്. മക്കളും അതെ, മരുമക്കളും എല്ലാം. അയ്യോ, അതറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പുതിയ അറിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും. കർഷകനാണെങ്കിൽ കൂടി ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ചേട്ടൻ. അതുപോലെ മക്കളും അതുപോലെ തന്നെ അല്ലേ? ശരി. ആണല്ലേ? ശരി. അപ്പോൾ അവർക്കൊക്കെ ഒരു അല്ലേ, ചേട്ടൻ്റെ വീഡിയോ കാണുമ്പോൾ അവരെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന്. അപ്പോൾ വളരെയധികം നന്ദി ചേട്ടാ. ശരി എന്നാൽ ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ സദാശിവൻ ചേട്ടൻ്റെ തോട്ടത്തിലെ ഏത്തവാഴത്തോട്ടം. അതുകൊണ്ട് ചേനയൊക്കെ ഉണ്ട്, പിന്നെ കപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. അപ്പം ഇനി കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ബാക്കി അപ്ഡേറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ടോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്.